പക്ഷെ നമ്മുടെ രാജ്യത്ത് 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് BJP ലക്ഷ്യം വെച്ചിട്ടുള്ള കേവല ഭൂരിപക്ഷം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. എന്താണ് മാഷിന്റെ ഒരു കണക്കൂട്ടില്ലെന്ന്? തീർച്ചയായും BJP ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസനം കീറാമുട്ടികളായിട്ടുള്ള ഈ രാജ്യത്തിന്റെ പ്രധാന പ്രശ്നങ്ങളെ ഈ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മോഡിയുടെ നയചാതുര്യത്തിൽ പരിഹരിക്കുന്ന സാഹചര്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം ഉയർന്നു വരുന്ന സാഹചര്യം, എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തിലെ വികസനം എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ടറിഞ്ഞ ഒരു 10 വർഷമായാണ് നരേന്ദ്രമോദി സർക്കാരിനുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് ഈ നമുക്കറിയാം മൂന്നാം നരേന്ദ്രമോദിയുടെ 3ാം വരവ്, ആ വരവിന് മുന്നോടിയായി തന്നെ നമ്മുടെ പാർലമെന്റിനകത്ത് നമ്മുടെ ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദിജി പറഞ്ഞു, പാർലമെന്റിനകത്തുള്ള ചർച്ചകളിൽ പോലും പറഞ്ഞത് മോഡി ഇനി വരാൻ പോകുന്നത് 400 സീറ്റ് എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ വരാൻ പോകുന്നത്. അതിനെ ചൂട് പിടിച്ചാണ് പിന്നീട് 400+ സീറ്റ് NDA മുന്നണി നേടും, BJP ഒറ്റയ്ക്ക് 350ലധികം സീറ്റ് നേടും എന്നുള്ള വലിയൊരു പ്രചരണം ഈ രാജ്യത്ത് നടന്നത്. സ്വാഭാവികമായിട്ട് ഈ 5ാം ഘട്ടത്തിൽ തന്നെ BJP മുന്നോട്ട് വെച്ചിട്ടുള്ള കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന 270+ എന്ന് പറയുന്ന വലിയ ലക്ഷ്യം BJP ഇപ്പോൾ തന്നെ നേടി കഴിഞ്ഞിരിക്കുന്നു. ആദരണീയനായിട്ടുള്ള ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ അധ്യക്ഷനുമായിട്ടുള്ള അമിത്ഷാജി അത് ഓരോ ഘട്ടത്തിലെയും കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് BJP 5ാം ഘട്ടത്തോട് കൂടിയിട്ട് 300 സീറ്റ് പ്ലസ് എന്ന രീതിയിൽ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 2 ഘട്ടത്തോടു കൂടി NDA മുന്നോട്ട് വയ്ക്കുന്ന 400 സീറ്റ് BJP നേടും. ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം, നമ്മൾ പണ്ട് നെഹ്റുവിന്റെയും ഇന്ദിരയുടെ ഒക്കെ കാലഘട്ടത്തിലാണ്, ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രബലമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു അപ്രമാദിത്വമുള്ള ഭൂരിപക്ഷം ഒരു കക്ഷിക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നരേന്ദ്രമോദിയുടെ 3ാമത്തെ വരവ് ചരിത്രപരമായിട്ടുള്ള ഒരു മാർച്ചിലായിരിക്കും NDAയും BJPയും നയിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിലെ 60 കോടി ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ വികസന നേട്ടം നേരിട്ടെത്തിയിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും വീടുകളിലെത്തി. സ്വാഭാവികമായിട്ട് ഈ 60 കോടി ജനങ്ങൾ, 60 ലക്ഷമല്ല, 60 കോടി ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദിയുടെ വികസന നേട്ടം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെയും നരേന്ദ്രമോദിയുടെ ഭരണത്തെയും നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം എന്ന രീതിയിൽ BJPക്ക് 400+ എന്ന് പറയുന്നത് നേടുക തന്നെ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം, ഈ BJP 400 സീറ്റുകൾ നേടുക എന്നുള്ളൊരു ലക്ഷ്യം അത് മുന്നോട്ട് വെച്ചിട്ട് കുറച്ച് നാളുകളായി. ഈ ലക്ഷ്യം കാണണമെങ്കിൽ BJP ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കേണ്ട പുതിയ കുറെ സംസ്ഥാനങ്ങളുണ്ട്. അത് ഏതെല്ലാമായിരുന്നു? പ്രത്യേകിച്ച് നമുക്കറിയാം BJPയുടെ ഒരു സ്ട്രാറ്റജി പൊതുവെ പറയുന്നത്, BJP എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ കൂടുതൽ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദി വോട്ട് ബാങ്ക് രാഷ്ട്രീയം പയറ്റിക്കൊണ്ടാണ് BJP എല്ലാ കാലഘട്ടത്തിലും അധികാരത്തിൽ വരിക എന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ ഇത്തവണ കൃത്യമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കിയിട്ടുള്ള പാർട്ടി BJPയാണ്. അതിൽ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം പാർട്ടിക്കുണ്ട്. ചില സംഘടനാ ദൗർബല്യങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് പോലെയുള്ള സംസ്ഥാനങ്ങൾ. പക്ഷെ അവിടെയൊക്കെ സംഘടനാ ദൗർബല്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് കൃത്യമായിട്ട് BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ മുതൽ മുകൾ തട്ടിൽ പോലെയുള്ള ആളുകളെ കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ വികസനം ഏറ്റവും അധികം കിട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണ്. അതിന്റെ വികസനം പിന്നീട് കിട്ടിയിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. അപ്പൊ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ എല്ലാ കാലഘട്ടത്തിലും ഇവർ പറയാറുണ്ട്, ഈ സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ച് ഇവർ അജണ്ട വിഖ്യാതം സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നൊരു സ്പ്ലിറ്റിനുള്ള ശ്രമം നടത്താറുണ്ട്. ആ സ്പ്ലിറ്റിനെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ BJP ഒരു കക്ഷി എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ BJP സീറ്റ് നേടാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലായിരിക്കും. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന കക്ഷി എന്ന് പറയുന്നത് BJP ആയിരിക്കും. ഞാൻ പ്രത്യേകിച്ച് കേരളം അടക്കം, കേരളത്തിൽ തന്നെ ഒരു സർവേയിലും BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുന്നില്ല. ഈ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ തന്നെ ഈ 900ഓളം ഇന്ത്യയിലെ 900ഓളം മീഡിയാസ് നാടിക്ക് 40 ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും BJP എതിർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യങ്ങളിൽ കേരളത്തിൽ പോലും, കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ നമുക്കറിയാം, എങ്കിൽ പോലും BJP 2ലധികം സീറ്റുകൾ നേടും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാട്,
ഇത്തവണ ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ വലിയൊരു ട്രെൻഡ്, ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് അടിക്കാൻ പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടായിരിക്കും. പ്രത്യേകിച്ച് അവിടുത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ അദ്ദേഹം നടത്തുന്ന യാത്രകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള ജനകീയ പരിപാടികൾ, അതോടൊപ്പം തന്നെ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വേണ്ടി നരേന്ദ്രമോദി നൽകിയിട്ടുള്ള വികസനങ്ങൾ, എല്ലാറ്റിനെയും എല്ലാ സമയത്തും അല്ലെങ്കിൽ ഇവര് ഈ ദ്രാവിഡ കക്ഷികളാണ്, അല്ലെങ്കിൽ ദ്രാവിഡ മണ്ണിൽ ബി ജെ പിയുടെ രാഷ്ട്രീയം പോവില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. 25% വോട്ടും 10+ സീറ്റായിരിക്കും ബി ജെ പി തമിഴ്നാട്ടിൽ നിന്ന് നേടുക. അതോടൊപ്പം തന്നെ തെലുങ്കാന ബി ജെ പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സുനാമി ആഞ്ഞടിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് തെലുങ്കാന. അപ്പൊ തെലുങ്കാനയിൽ ബി ജെ പി എന്തായാലും 15 സീറ്റിൽ കൂടുതൽ തെലുങ്കാനയിൽ നേടും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, പ്രത്യേകിച്ച് ഇപ്പോ ചന്ദ്രബാബു നായിഡു അടക്കമുള്ള ആൾ പവൻകുമാർ, അവിടുത്തെ മെഗാസ്റ്റാർ പവൻകുമാർ, ചന്ദ്രബാബു നായിഡു അല്ലെങ്കിൽ ചന്ദ്രബാബു പവൻകുമാറിനെ വലിയ രീതിയിലുള്ള ആരാധകരും അല്ലെങ്കിൽ വലിയ സംഘടനാ സംവിധാനമുള്ള പാർട്ടികളാണ് അവരുടെ കീഴിലുള്ളത്. സ്വാഭാവികമായിട്ട് ആന്ധ്രാപ്രദേശിലെ എൻ ഡി എ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ആന്ധ്രയിൽ ബി ജെ പി 18 സീറ്റിൽ കൂടുതൽ നേടുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ കർണാടകയിൽ ഒരു വലിയ രീതിയിലുള്ള പ്രചരണം. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ മുഴുവൻ സീറ്റുകളെയും ബി ജെ പി തൂത്തുവാരി, കാരണം ജെ ഡി പോലെയുള്ള ഒരു കർഷക പാർട്ടിയുമായിട്ട്, അല്ലെങ്കിൽ ടി ദേവഗൌഡയുടെ അദ്ദേഹത്തിന്റെ മകന്റെ പാർട്ടിയുമായിട്ടൊക്കെ നടത്തിയിട്ടുള്ള സഖ്യം, അവിടെ നടത്തിയിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ്, സ്വാഭാവികമായിട്ട് കർണാടകയിൽ ബി ജെ പി തൂത്തുവാരും. അപ്പൊ അതുകൊണ്ട് കേരളം, കർണാടക, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പ്രബല കക്ഷി, ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് 4-ാം തീയതി അറിയാൻ സാധിക്കും, അത് ബി ജെ പി ആയിരിക്കും. ഒരു 70+ സീറ്റിൽ കൂടുതൽ ബി ജെ പി നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു സൗത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയം. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു വേവ് ബി ജെ പി സീറ്റ് വരാൻ ഏറ്റവും സാധ്യതയുള്ള മോഡി സുനാമി അടിക്കുന്ന മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം വെസ്റ്റ് ബംഗാൾ. കാരണം വെസ്റ്റ് ബംഗാളിൽ നമുക്കറിയാം ബി ജെ പി ഏറ്റവും കൂടുതൽ ക്രമാനുഗതമായിട്ട് വളർച്ചയുള്ള പ്രസ്ഥാനം ബി ജെ പി ആണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു 15 വർഷത്തിനപ്പുറത്ത് അവിടെ ബി ജെ പിയുടെ ഒരു നിയമസഭയ്ക്കകത്ത് ഒരു സീറ്റ് പോലും ഇല്ല, പാർലമെന്റിനകത്ത് ഒരു സീറ്റ് ഇല്ലാത്ത പ്രസ്ഥാനമായിരുന്നു ബി ജെ പി. എന്നാൽ ഇന്ന് നിയമസഭയ്ക്കകത്ത് വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തി. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ബി ജെ പി പ്രവർത്തകർ ബലിദാനികളാവുന്ന സാഹചര്യം, മമതയുടെ പ്രീണന രാഷ്ട്രീയം, സന്ദേശ് ഗാന്ധി പോലെയുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ അതിനിഷ്ഠൂരമായിട്ട് കൊല ചെയ്യുന്ന തൃണമൂലിന്റെ ഗുണ്ടാ സംഘങ്ങൾ, ഗുണ്ടാ രാജ്, അതിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരവും മമതാ വിരുദ്ധ വികാരവും ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സി എയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടുന്ന ആളുകൾ അധിവസിക്കുന്നത് വെസ്റ്റ് ബംഗാൾ. നമുക്കറിയാം വെസ്റ്റ് ബംഗാളിന്റെ ഒരു ചരിത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 1971 മുതൽ തന്നെ ഏറ്റവും കൂടുതൽ വംശഹത്യക്ക് വിധേയമാകുന്ന ഹിന്ദു സമൂഹം ജീവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മളുടെ ബംഗാൾ. നമുക്കറിയാം 1971 ബംഗാൾ നമ്മുടെ ഈ പാകിസ്ഥാനുമായുള്ള യുദ്ധ സമയത്ത് ഏറ്റവും കൂടുതൽ അതിക്രമത്തിന് വിധേയമായിട്ടുള്ളത് അവിടുത്തെ ഹിന്ദു സമൂഹമാണ്. അവിടെ നടത്തിയത് 2.5 ലക്ഷം ഹിന്ദു വംശഹത്യയാണ് അവിടെ നടന്നിട്ടുള്ളത്. കൂട്ടക്കൊലകൾ, ആരാധകന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ട് നമ്മുടെ വെസ്റ്റ് ബംഗാളിലേക്ക് വന്ന് അഭയാർത്ഥികളായി നിൽക്കുന്ന, ഇന്നും ഈ രാജ്യത്തിന്റെ മണ്ണും വെയിലും ഒക്കെ കൊണ്ടുകൊണ്ട് ഒരു കൂര പോലും ഇല്ലാതെ അഭയാർത്ഥികളായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ബംഗാളി സഹോദരന്മാർ ബംഗാളിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. നമുക്കറിയാം